എല്ലാവർക്കും രാഖി ഫുഡ് വെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ കുടുംബക്കാവിലേക്കാണ്. അപ്പോൾ അവിടെ ആയില്യ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പോൾ പോകുന്ന വഴികളൊക്കെ കാണിച്ചു തരാം. ഇതൊരു കൊച്ചു തോട് പോലാണ് കേട്ടോ. നമ്മളിങ്ങനെ കയറി കയറി ഉള്ളിലോട്ട് പോകണം. കുറേ വർഷത്തിന് മുമ്പ് ഞാൻ വന്നതാണ്. നല്ല രസമാണ് ഈ തോട്ടിൽ കൂടെ ഇങ്ങനെ പോകാൻ. രണ്ട് സൈഡും മരങ്ങളൊക്കെയാണ്. വർഷയും വിമാനും അമ്മുമ്മയുടെ കൂടെ നേരത്തെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാവിലെത്തി. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിലെ തിരുമേനിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഈ കാവിൻ്റെ അടുത്ത് വന്ന് മുകളിലോട്ടെല്ലാം റബ്ബറാണ് കേട്ടോ. അപ്പം ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ വഴികളുണ്ട്. പണ്ട് ഈ കാവിൽ നമ്മൾ വന്നിട്ടുള്ളത് ഈ വഴിയിലൂടെയൊക്കെയാണ്. അപ്പം ഇപ്പോഴും നമ്മുടെ അടുത്തുള്ളവരൊക്കെ വരുന്നത് ആ വഴിയിൽ തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വഴിയിൽ കൂടെ വരാൻ. ഈ പൂജയ്ക്കുള്ള പ്രസാദം ഉണ്ടാക്കുകയാണ്. തെരളി, ഉണ്ണിയപ്പം, പാൽപ്പായസം ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ തിരുമേനിയാണെങ്കിൽ എല്ലാ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാവിൽ പൂജ തുടങ്ങി. അപ്പോൾ ഇത് ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടാവും ഈ പൂജ. അപ്പോൾ അതിനിടയിൽ നമ്മളെല്ലാവരും പോയി തൊഴുതിട്ടൊക്കെ വന്നു. നീ പായസം കഴിച്ചത് വട്ടല പറിച്ചോണ്ട് വന്ന ആള് കരിക്ക് കിട്ടിയ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട കിണറുണ്ടല്ലോ, അപ്പം കിണർ കണ്ടപ്പോൾ ഏട്ടന് വെള്ളം കുടിക്കുന്ന വലിയ ആഗ്രഹം. പെട്ടെന്ന് തന്നെ കോരിയിട്ട് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു. വർഷയ്ക്കും വിമാനും കരിക്കൊക്കെ കിട്ടി. അപ്പോൾ കൊച്ചു പിള്ളേർക്കാണ് എല്ലാവരും കരിക്ക് കൊടുത്തത് കേട്ടോ. വലിയ ആൾക്കാർക്കൊന്നും കരിക്കൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് പ്രസാദം എന്ന് പറഞ്ഞാൽ പാൽപ്പായസം, അതുപോലെ തന്നെ ശർക്കര പായസമൊക്കെയാണ്. പിന്നെ തെരളി, ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയ ഉടനെ നമ്മൾ വായിലാക്കി. അപ്പൊ നമുക്കിനി കുളത്തിന്റെ അടുത്തേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, കാവിനോട് തൊട്ടടുത്ത് തന്നെയാണ് കുളം. ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ മതി. കുളത്തിൽ ആമ്പൽപ്പൂവുണ്ട്. വെള്ള കളറും അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറുള്ള ആമ്പൽപ്പൂവാണ്. പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല വീഡിയോയിൽ. അതെന്താന്ന് എനിക്കറിയില്ല. ചെറിയ പൂവാണ്, കുറച്ച് ദൂരമാണ് കേട്ടോ. അകത്തോട്ട് ആണ് ആമ്പൽപ്പൂ നിൽക്കുന്നത്. ഞാൻ കുളത്തിന്റെ അടുത്ത് പോയൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. കാവും കുളവും എന്നൊക്കെ പറയുന്നത് എന്നും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന സ്ഥലങ്ങളാണ്. ഇതാ ഇത് തോട്. മഴ വരുമ്പോ വെള്ളം വരും. കിഴക്കേ നട കാണിക്കുക. കൈതവനടയാണോ? ആ കാണുന്ന വഞ്ചി കൈതവന ദേവീ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വഞ്ചിയാണ്.
അപ്പൊ അവിടുത്തെ തിരുമേനയാണ് കാവില് വന്ന് പൂജ ചെയ്തത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കാവും കുളവും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.